അതിലേക്ക് ആ ബെഡ് കിടന്നാലേ അവർക്ക് ഉറക്കം വരുള്ളൂ. ഇത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ ഈ ഗവൺമെന്റ് ആവർത്തിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി ഇവിടെ ഫാഷൻ ഷോ നടത്തുന്നതാണ്. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്. വി ജസ്റ്റ് സ്റ്റാർട്ടഡ് യെസ്റ്റർഡേ ഓൺലി. ഇല്ല, ആയിട്ടില്ല. സ്ഥാനാർത്ഥി വലിയ എന്താ പറയാ മണ്ഡല പര്യടനം നടത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അല്ല, അതിന്റെ വലിയ ആവശ്യമൊന്നുമില്ല. അത് ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം അത്രേ സ്ഥാനാർത്ഥി പര്യടനം ഉണ്ടാവുള്ളൂ. സ്ഥാനാർത്ഥി ഇവിടെ ജനങ്ങളാണല്ലോ. ഇവിടെ നിങ്ങൾ കണ്ണ് കാണുന്ന എല്ലാ വോട്ടർമാരും അക്കോർഡിംഗ് ടു മീ ദേ ആർ ദ കാൻഡിഡേറ്റ്സ്. അപ്പൊ ഞാൻ വലിയ എന്താ പറയാ കൊട്ടിഘോഷിച്ച് ഇങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പൊ അതിന് അധികം സമയം ഞാൻ വ്യക്തിപരമായി കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അതൊക്കെ നടക്കും. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അതൊക്കെ എന്താ പറയുക, സ്വയംഭൂ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. അതിലേക്ക് നീങ്ങും. അത് ജനങ്ങളത് ഏറ്റെടുക്കും. നിങ്ങൾ കണ്ടോ, അത് ആ റേഞ്ച് നിങ്ങൾക്ക് കാണാം. ഇത് ടോട്ടലി ഡിഫറെന്റ് election strategy that the people those who are living in this constituency, they will manage it. self management. അതെല്ലാം എന്താ പറയാ അതിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ചിരിക്കും. അല്ല, സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് എന്തായാലും ഉണ്ടല്ലോ. ഞാൻ വളരെ ക്ലിയർ കട്ടായി പറഞ്ഞതാണല്ലോ. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ നിലമ്പൂരിലെയും പരിസരത്തെയും മഞ്ചേരി ഇവിടെയൊക്കെ റൂമിലായിട്ട് വലിയ നേതാക്കന്മാര് പെരിന്തൽമണ്ണയൊക്കെയാണ്. സൂട്ട് റൂമൊക്കെ ഫുള്ളായിട്ട് അതിലേക്ക് ആ ബെഡ് കിടന്നാലേ അവർക്ക് ഉറക്കം വരുള്ളൂ. അപ്പൊ ഉറങ്ങാൻ വേണ്ടി പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നവരുണ്ട്, മലപ്പുറത്തേക്ക് പോകുന്നവരുണ്ട്. മനസ്സിലായി? കക്കാടമ്പള്ളി റിസോർട്ടുകള്, ഹൈ-എൻഡ് റിസോർട്ടുകളൊക്കെ ഫുള്ളാണ്. അപ്പോൾ അവർക്കൊന്നും പായ കിടന്നാൽ ഉറക്കം വരില്ല. സാധാരണ ബെഡിലും സ്യൂട്ട് റൂം ഉണ്ടെങ്കിൽ മാത്രമേ കിടന്നാൽ ഉറക്കം വരുള്ളൂ. അതൊക്കെ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. വാഹനത്തിന്റെ വലിപ്പമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആരാ ഇത് മാനേജ് ചെയ്യുന്നത്? കേരളത്തിലെ ഉന്നതരായ PWയുടെ ഏറ്റവും ഉന്നതരായ കോൺട്രാക്ടർമാർ, അവരല്ലേ പണിറക്കുന്നത്. അവരെ വാഹനം അവിടെ ഓടുന്നത്. അതിലിങ്ങനെ മലന്ന് കടന്നു പോകുന്ന തൊഴിലാളി പാർട്ടിയുടെ നേതാക്കന്മാരവിടെ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്റെ കൂടെ ഈ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ കാശില്ലാത്തവരാ ഉള്ളത്. അവര് പകല് പണിക്ക് പോയിട്ട് വൈകുന്നേരം 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലേ പ്രവർത്തനത്തിന് ഉണ്ടാവുക. അപ്പൊ ഇതങ്ങനെ ആ ഒരു രീതിയിൽ പോകും. ഇറങ്ങിയല്ലോ, ഒരു വ്യക്തത കുറവുമില്ല. 75,000 വോട്ട് മിനിമം പിടിച്ച് വലിയ വോട്ടിന്, അതൊരു പക്ഷേ 1 ലക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി പിടിച്ച വോട്ടിലേക്ക് പോയാൽ നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. അത് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ഈ പറഞ്ഞ 10,75,000 വോട്ട് നമ്മൾ ഇപ്പൊ ഞാൻ 25,000 വോട്ട് പിടിക്കാൻ വന്നതാണ്. ദാറ്റ് ഈസ് ബി വെരി ക്ലിയർ. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് 25,000 വോട്ട് നിലമ്പൂരിൽ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് കാണാം. ഇറ്റ് ഈസ് എ വിസിബിൾ വോട്ട്. ആ വോട്ടാണ് എൻ്റെ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 3 ദിവസം മണ്ഡലത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ ഈ പറയുന്ന 75,000 തൊട്ട് 1 ലക്ഷം വരെ വോട്ട് പിടിക്കാനുള്ള ഒരു ട്രെൻഡ്, മനുഷ്യരുടെ മാനസികാവസ്ഥ അത് ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് എത്താനുള്ള പരിശ്രമം എല്ലാം നടത്തുകയാണ്. ഇനി അതർ ക്വസ്റ്റ്യൻ? അതിന്റെ അല്ല, LDFനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധത ഓരോ ഘട്ടത്തിലും പ്രകടിതമാവുകയാണ്. പിന്നെ ന്യൂനപക്ഷങ്ങളും പൊതുസമൂഹങ്ങളും അതിനെ എതിർക്കുമ്പോഴാണ് അതിന് പിന്മാറിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ ഈ ഗവൺമെന്റ് ആവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഡിറ്റാണ് ഇന്നലെ ഉണ്ടായത്. ഒരാവശ്യമില്ലാത്ത എന്താ പറയാ. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ഈ പറയുന്ന ഒരു വിഭാഗം ആന്റി മൈനോറിറ്റി പീപ്പിൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ്. ആണോ? ഞങ്ങൾക്ക് സുരേഷ് ഗോപി ഇന്നലെ ഉണ്ടായിരുന്നു. BJP പരിപാടിക്ക് വന്നു. ഞാൻ ഇന്നലെ വാർത്തകളെ കണ്ടിട്ടില്ല. ഇവിടെ ആകെ ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞത് UDF സ്ഥാനാർത്ഥി ഇവിടെ ഫാഷൻ ഷോ നടത്തുന്നതാണ്.
മനസ്സിലായില്ലേ? UDF-ന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാ വിളിച്ചു പറഞ്ഞത്. കർഷകരുടെ അടുത്ത് നിന്ന് കിട്ടിയ നേരത്തെ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താ വെച്ചാൽ, ഇവിടെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ച് കീറുമ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥി പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് തന്നെ. എനിക്ക് അയച്ചെന്ന ഒരു മലയോര കർഷകന്റെ വന്ന എന്താ പറയാ മെസ്സേജാണ്. അപ്പൊ ഒരാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾ ഫാഷൻ ഷോ നടത്തുകയാണ്. അതിന്റെ ഇടയിൽ ഈ പാവപ്പെട്ട നെഞ്ചത്തെ എല്ലുന്തിയ പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം ഞാനിങ്ങനെ പോവുകയാണ്. അപ്പൊ അതിലിങ്ങനെ എന്താ വലിയ ഈ പറയുന്ന കൊട്ടിഘോഷിക്കപ്പെടൽ കാണില്ല എന്ന് ചോദിക്കുന്നതിന്റെ യാഥാർത്ഥ്യം അതാണ്. അപ്പൊ ഒരു ഭാഗത്ത് ഫാഷൻ ഷോ നടക്കട്ടെ, മറുഭാഗത്ത് പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ. മനുഷ്യന്മാര് പട്ടിണി എടുക്കുമ്പോഴേ ഈ മലയോരത്ത്, അപ്പൊ അതൊക്കെ ജനങ്ങൾ കാണട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോഴേ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചരണത്തിലേക്ക് ഞങ്ങളിങ്ങനെ മെല്ലെ നീങ്ങുകയാണ്. കൊട്ടിഘോഷിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം ഇല്ലെങ്കിലും ജനകീയ അടിത്തറ വിപുലപ്പെടുത്തിക്കൊണ്ട് ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി നല്ല രീതിയിൽ മറ്റു രാഷ്ട്രീയ സംഘടനകളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാദേശികമായിട്ട്. സ്വാഭാവികമായിട്ടും പിണറായിസത്തിനെതിരെ, അതോടൊപ്പം തന്നെ മലയോര കർഷകരുടെ വന്യമൃഗ വിഷയമടക്കമുള്ള വിഷയങ്ങളിൽ മുമ്പും ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ വ്യക്തിപരമായിട്ട് പിന്തുണ നൽകിയിട്ടുള്ള പാർട്ടിയും പ്രവർത്തകരുമാണ് നിലമ്പൂരിലെ JDS പ്രവർത്തകരും അതിൻ്റെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ഇസ്മയിലും. നമ്മൾ ഒറ്റയ്ക്ക് പോരാട്ടം നടത്താൻ തീരുമാനിച്ച ഈ ഘട്ടത്തിൽ ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ടും പിണറായി VD സതീശൻ പൊളിറ്റിക്കൽ നെക്സസിനെ ഇല്ലായ്മ ചെയ്ത് ഈ പിണറായിസം കേരളത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും മലയോര കർഷകരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാനും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഉൾപ്പെടെ ഏറനാട്, നിലമ്പൂര്, വണ്ടൂര്, പെരിന്തൽമണ്ണ, മഞ്ചേരി, കൊണ്ടോട്ടി മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുതിയ മലയോര ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിനും പിന്തുണ നൽകിക്കൊണ്ടാണ് JDS പ്രവർത്തകരും നേതാക്കളും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. അതിനുള്ള ഒരു യോഗമാണ് ഇവിടെ ചേരുന്നത്. എന്തായിരുന്നാലും ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ച ശ്രീ അരിഞ്ഞിക്കൽ ഇസ്മായിൽ JDS, നമുക്കറിയാം ദേശീയ തലത്തില് BJP-യുമായി സഖ്യമാണ്. കേരളത്തിലെ JDS നമ്മുടെ മന്ത്രി കൃഷ്ണൻകുണ്ണിയേട്ടൻ ഉൾപ്പെടെയുള്ളവര് ഇവിടെ CPM-ന്റെ LDF-ലാണ്. ഇതാണ് രാഷ്ട്രീയം. കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തില് ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ മകൻ, എന്താണ് പേര്, മന്ത്രി കുമാരസ്വാമി മന്ത്രിയായി നിൽക്കുന്ന മുന്നണിയുടെ ഭാഗമായ JDS-ലെ 2 MLA-മാര് LDF-ന്റെ കൂടെ ഘടകകക്ഷിയായി കൃഷ്ണൻകുട്ടിയേട്ടൻ മന്ത്രിയായി നിൽക്കുകയാണ്. അത് കേരളം ഈ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ് RSS-ഉമായി BJP-യുമായിട്ടൊക്കെ മുഖ്യമന്ത്രിക്കുള്ള നെക്സസിനെ അടിവരയിടുന്നതാണ്. ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. തീർച്ചയായിട്ടും ആ പിന്തുണ ഇവിടെ പ്രഖ്യാപിച്ച് അവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം വരാൻ ആത്മാർത്ഥമായി തയ്യാറായ അരിഞ്ഞിക്കൽ ഇസ്മായിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ആത്മാർത്ഥമായി AITC-യിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കാര്യങ്ങൾ ഇസ്മായിൽ വിശദീകരിക്കും. ഔഷാദിന്റെ അടുത്തപ്പം കൊടുത്ത ഷോളുകൾ ഉണ്ടാവും. ഇങ്ങനെ കണ്ണൊക്കെ പോകുന്നല്ലാതെ എന്താ പറഞ്ഞത് മനസ്സിലാവും. Okay.
സ്നേഹറിഞ്ഞ പത്രമാധ്യമ പ്രവർത്തകരാണ്. ഇന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി അടങ്ങുന്ന 8 മണ്ഡലങ്ങൾ, 8 മണ്ഡലങ്ങളിലെ മണ്ഡലം പ്രസിഡന്റുമാരും നിയോജകമണ്ഡലം ഭാരവാഹികളടങ്ങുന്ന ഏകദേശം 250ഓളം പ്രവർത്തകരാണ് DMC-യിലേക്ക്, അതായത് തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നത്. ഇന്നത്തെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. ഒന്ന്, ജനതാദൾ സെക്യുലർ എന്ന പാർട്ടി ദേശീയ പ്രസിഡന്റ് ദേവഗൌഡ, അതിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി മകൻ കുമാരസ്വാമി ഇന്ന് BJP-യുടെ കൂടെ ഘടകകക്ഷിയായിട്ടാണ് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ BJP-ന്റെ കൂടെയും സംസ്ഥാനത്തുമ്പോൾ അത് ഇടതുവശത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മേഖലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ പിണറായിസത്തിന്റെയും അല്ലെങ്കിൽ BJP-യുമായുള്ള അന്തർധാരത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എന്തുകൊണ്ട് ഇപ്പോൾ DMC-യിൽ ചേരുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ കാലഘട്ടത്തില് വർഗീയതക്കെതിരെയും ഫാസിസത്തിനെതിരെയും പോലീസിലെ സംഘീവൽക്കരണത്തിനെതിരെയും ശബ്ദമുയർത്തിയ ഒരു നേതാവാണ് മുൻ MLA ആയിരുന്ന PV അൻവർ. അത് തുടക്കത്തിൽ തന്നെ സുജിത് ദാസിന്റെ ഇവിടുത്തെ മലപ്പുറം ജില്ലയെ തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിച്ച അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ADGP-യിലേക്കും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ PS ശശിയിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്തി. അപ്പോൾ ഞാൻ അന്ന് ഉന്നയിച്ച പ്രശ്നങ്ങൾ, മലപ്പുറം ജില്ലയിലെ വെറും 8,000 9,000 കേസുണ്ടായിരുന്ന മലപ്പുറം ജില്ലയെ 35,000 ക്രിമിനൽ കേസുണ്ടാക്കി ഈ ജില്ലയെ ഒരു വർഗീകരിച്ചുകൊണ്ട് തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിച്ചു. ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ADGP-ന്റെ വിഷയവും. അപ്പൊ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം, ഞങ്ങൾ ചെയ്യുന്ന ജനകീയ പ്രക്ഷോഭം, നിയമ പോരാട്ടം, ഇതെല്ലാം അൻവറും ജനങ്ങൾക്കൊപ്പം വന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ അൻവർ ജനങ്ങളുടെ വശത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ തീർച്ചയായും PV അൻവറിന് പിന്തുണയെടുത്തുകൊണ്ട് തൃണമൂലിൽ ലയിച്ചുകൊണ്ട് തന്നെ മുന്നേറാമെന്നൊരു തീരുമാനത്തിലാണ് നിയോജക മണ്ഡല കമ്മിറ്റി ഈ തീരുമാനമെടുത്തത്. കൗൺസിൽ അംഗം, ദേശീയ കൗൺസിലിൽ, നിലമ്പൂർ മുനിസിപ്പാലിറ്റി കൗൺസിലർ. ഇല്ല, LDF ചോദിച്ചു പോകുന്നില്ല. അതേ പറഞ്ഞു, LDF-ന് ചോദിച്ചു പോകുന്നത് വെച്ചാൽ BJP-യുമായി LDF ഉണ്ടാക്കിയ ധാരണ, തൃണമൂൽ കോൺഗ്രസ് അല്ല, പിന്നെ ജനതാദളും BJP-യും ഒരുമിച്ചാണ് മുന്നണി സംവിധാനം ദേശീയ ലെവലിൽ. അല്ല, നിലമ്പൂർ എന്ന് പറഞ്ഞാൽ വേറെ അല്ലല്ലോ, ഒരു പാർട്ടിയുടെ കീഴിലല്ലേ നിലമ്പൂരും വരുന്നത്. മുന്നണി LDF വരുന്നത്, LDF മുന്നണി സംവിധാനത്തിൽ LDF നിലമ്പൂർ മുനിസിപ്പാലിറ്റി വരുന്നത്. അത് ജില്ലയാണെങ്കിൽ വരുന്നത് LDF മുന്നണി സംവിധാനത്തിലാണ്. അപ്പൊ LDF മുന്നണിയിൽ നിൽക്കുന്ന ജനതാദളിൽ നിൽക്കുന്ന ദേശീയ ലെവലിൽ BJP-ന്റെ കൂടെയാണ്. അതെ, സംസ്ഥാന ഘടകമല്ല, നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ. നമുക്ക് നിയോജക മണ്ഡലം പറയാൻ പറ്റുള്ളൂ. തൃണമൂലിലേക്ക് എത്തണം. ഏകദേശം 500ഓളം പ്രവർത്തകരുണ്ട് നിയോജക മണ്ഡല കമ്മിറ്റികളായിട്ട്. തൃണമൂലിലേക്ക് വരും.